നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ ആദ്യപാദ മത്സരം നാളെ FC ബാഴ്സലോണ മെട്രോപൊളിറ്റനോയിൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് കളിക്കുകയാണ്. നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് വെള്ളിയാഴ്ച പുലർച്ചെ 1:30 ആ കളി. ആ കളിക്ക് പക്ഷേ ബാഴ്സയുടെ സൂപ്പർ താരങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള രണ്ടുപേരുണ്ടാവില്ല. റാഫിഞ്ഞ പരിക്കിൻ്റെ പിടിയിലാണ്, നമുക്കറിയാലോ. എന്നാൽ മാർക്കസ് റാഷ്ഫോർഡ് കഴിഞ്ഞ കളിയിലൊക്കെ പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയ താരത്തിനും കളിക്കാൻ പറ്റില്ല. ഒഫീഷ്യലി FC ബാഴ്സലോണ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. ബാഴ്സലോണ പറയുന്നത് ഫസ്റ്റ് ടീം പ്ലെയർ മാർക്കസ് റാഷ്ഫോർഡ് ഹാസ് പെയിൻ ഇൻ ഹിസ് ലെഫ്റ്റ് നീ ആഫ്റ്റർ ടേക്കിംഗ് എ ബ്ലോ ഇൻ ദി ഗെയിം അഗെയിൻസ്റ്റ് മയോർക്ക ഓൺ സാറ്റർഡേ അറ്റ് സ്പോട്ടിഫൈ ക്യാമ്പ് നൗ. കഴിഞ്ഞ കളിയിൽ അദ്ദേഹത്തിന് ഒരു ബ്ലോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇടത് കാൽമുട്ടിന് വേദന അനുഭവപ്പെടുന്നുണ്ട്. അദ്ദേഹം കോപ്പ ഡെൽ റേ മത്സരം, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മത്സരം അദ്ദേഹത്തിന് മിസ്സാവുമെന്ന് ഒഫീഷ്യലി മെഡിക്കൽ റിപ്പോർട്ട് ഇറക്കിയിരിക്കുകയാണ്. ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് റാഫിഞ്ഞയുടെ കാര്യം ചോദിച്ചു. റാഫിഞ്ഞ ഇന്ന് ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ഹൻസി ഫ്ലിക്ക് പറഞ്ഞ മറുപടി എന്താണ് റാഫിഞ്ഞയ്ക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു മടങ്ങി വരവേ നടക്കുകയുള്ളൂ. സിറ്റുവേഷൻ അങ്ങനെയാണ്. സോ ഞങ്ങൾ വളരെയധികം കെയറോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ടീമിന് വേണ്ടി എല്ലാം സമർപ്പിച്ച് കളിക്കുന്ന കളിക്കാരനാണ്. ഹൈ ഇൻറ്റൻസിറ്റി മാച്ചുകളാണ് വരാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അദ്ദേഹം തിരികെ വരേണ്ടതുണ്ട്. സോ റൈറ്റ് നൗ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ സിറ്റുവേഷൻ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യാനാണ്. ദിസ് ക്യാൻ ഹാപ്പൻ ഡ്യൂറിങ് എ മാച്ച് ഓർ ഡ്യൂറിങ് ദി സീസൺ, ഒക്കെ സംഭവിക്കാം. സോ ഞങ്ങളത് വളരെ ബ്രില്യൻ്റ്ലി ആണ് ഇപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ഫ്ലിക്ക് റാഫിഞ്ഞയുടെ കാര്യത്തിൽ പറഞ്ഞത്. ഫ്ലിക്ക് മാർക്കസ് റാഷ്ഫോർഡിൻ്റെ കാര്യത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങൾ ട്രെയിനിങ്ങിൽ കണ്ടത് റാഷ്ഫോർഡിന് കളിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അവന് വേദനയുണ്ട്. സോ നമ്മൾ അവനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അവനെ കെയർ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഇതൊരു ഗുഡ് ന്യൂസ് അല്ല, പക്ഷേ ഇൻ ദി എൻഡ് ഞങ്ങൾ ഞങ്ങളുടെ ടീമിൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, സിറ്റുവേഷൻസ് ഡിഫിക്കൽട്ട് ആകുമ്പോൾ നമ്മൾ വളരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ദിവസത്തെ മത്സരമാണ് ഇമ്പോർട്ടൻ്റ് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. അപ്പോൾ റാഫിഞ്ഞ ഇല്ല, റാഷ്ഫോർഡ് ഇല്ല. ബാഴ്സ ഏത് രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.